റിമി ചേച്ചി വരുമ്പോ തൊട്ട് അന്വേഷിച്ചോണ്ടിരുന്ന ഒരാൾ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ ചിരിക്കാണ്. ഒരു പെൺകിളി, ആ സമയം ഒരു പെൺകിളി. അതെ, ആൻസർ. റിമി ചേച്ചി വന്നപ്പോ തൊട്ട് ഞാൻ ഏത് ഗസ് കൊടുത്താലും ആൻസർ കുട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ആൻസർ കുട്ടി എത്തി. സോ ലെറ്റ്സ് വെൽക്കം ആൻസർ കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ, ഇതാരിത്? അയ്യോ, ഇതാരാ? മനസ്സിലായില്ല. ആകെ മാറിപ്പോയി. ആള് മാറിപ്പോയി. അവിടെ ഒരു ആസ്ട്രേലിയ പോയിട്ട് അല്ല, ഞാനൊരു ഫോണിൽ കണ്ടപ്പോ ദൂരെയുള്ള സ്ഥലത്തൊക്കെ ഡാൻസ് അടിച്ച് നല്ലോണം പാട്ട് പാടിയ ഒരു കുട്ടിയാണോ? ആ കുട്ടിയാണോ ഇത്? മറ്റേ ഈ പാട്ടല്ലേ സമയം അതെന്തുവാണ് ആക്ച്വലി? എനിക്കറിയില്ല. ഈ ഗിർ എന്നുള്ള സാധനം ഞാൻ ചെകിടിച്ച് മടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഓർത്ത് ഞാനിത് ചെയ്യേയില്ല. കറക്റ്റ് ആ ലണ്ടൻ ബ്രിഡ്ജിന്റെ താഴെ വന്നപ്പോ ഒരു റീൽ വന്നപ്പോ ഇത് കണ്ടു. ചെയ്തു പോയി. നിറയെ പേര് എനിക്ക് എന്താ മനസ്സിലാവും. പക്ഷെ കേട്ട് 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 നമ്മളെല്ലാരും മടുത്തു. അപ്പൊ ഇനി അപ്പൊ എന്നെ കാണുന്നുണ്ട്. പിന്നെ ഇപ്പൊ മനസ്സിലായില്ല. അതൊരു ഇതാരാ ഇത്? ഞാൻ തന്നെ. അല്ല, ഞാനാരാ? പേരറിയോ? പേരാ? എനിക്കറിഞ്ഞൂടാ. ഞാൻ പഴയ കാലത്തെ പാട്ടാ പാടുന്നെ. എനിക്കറിഞ്ഞൂടാ. എടാ, ആ ഇരിക്കുന്ന ആളുടെ പേര് അറിയത്തില്ലേ? ഞാനിപ്പോ എവിടെയാടാ? ഇങ്ങോട്ട് വാ. അവള് വിചാരിച്ചു അവളുടെ പേര് ചോദിക്കുന്നത് ക്യാരക്ടറിന്റെ. അതല്ല, ഈ ഇരിക്കുന്ന ഇത് ആരാന്ന പേര് പറയാൻ? റിമിക്കുട്ടി ഇപ്പൊ ഓർമ്മ. എവിടെ പോയി അതിന്റെ ഇടയ്ക്ക് മനസ്സ്? അല്ല, കഥാപാത്രം എന്തോരം ദൂരെ പോയി. ഞാൻ മിസ് ചെയ്തിട്ടോ. ഇതൊന്ന് പറഞ്ഞൂടെ അങ്ങോട്ട്? ഞാൻ ആദ്യമേ പറഞ്ഞൂടെ? ചില ആൾക്കാർ സ്നേഹം ഇങ്ങനെ കാണിക്കും കുറെ കഴിഞ്ഞ്. നല്ല രസമുണ്ടല്ലോ. ഏത് പാട്ട് പാടുന്നത്? കാണാൻ മയിൽപീലി കണ്ണ് കൊണ്ട്. പഴയ സിനിമയിലെ പാട്ടാ അല്ലേ? ഏത് സിനിമയാടാ? സിനിമയുടെ പേരെന്താ? സിനിമയുടെ പേര് കസവ് തട്ട്. കണ്ടില്ലേ? അതാണ് കസവ് തട്ടൊക്കെ ഇട്ട് വന്നിരിക്കണേ. അതെ, അഴകായിട്ടുണ്ട് കേട്ടാ. ഡീറ്റെയിൽസ് പറയൂ. ഡീറ്റെയിൽസ്: മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ, ലിറിക്സ് വയലാരാമർ മാസ്റ്റർ, ആൻഡ് സിംഗർ പി സുശീലാമ്മ ആൻഡ് എം AR റഹ്മാൻ. അല്ല, അതല്ല. ഇളയരാജ സാർ. അല്ല, പിന്നെ അതന്നെ ഇളയ കത്തിയു മഹാരാജ. ഇളയ കത്തി അതന്നെ AM രാജാ സാർ. AM രാജാ സാർ. ഇന്ന് സിനിമയുടെ വർഷം 1967. മിക്കുടി. അപ്പൊ നമുക്ക് തകർക്കാം. ഓക്കെ, ഇനിട്ടി സമയമായില്ലേ? കറക്റ്റ്, പെർഫെക്റ്റ് സമയമായി. മുഹൂർത്തമായില്ലേ? കറക്റ്റ്. അപ്പൊ കൊടുത്തരാ, താലി അങ്ങോട്ട് കൊടുത്തരാ. എന്നാ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പാട്ട്
മൊഹബത്ത്. സൂപ്പർ. ആഹാ, വെരി ഗുഡ്. good, good. ആൻസർ കുട്ടി, എന്തോ നല്ല സെലക്ഷൻ കേട്ടത്. താങ്ക് യു. ഈ പാട്ടൊക്കെ ഒരു സമയത്ത് എന്താ പറയുന്നേ, എല്ലാവരുടെയും ഹരമായിരുന്ന ഒരു പാട്ടാണ്. കോഴിക്കോടൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ പ്രോഗ്രാമിന് അന്ന് പോകുന്ന സമയത്ത് 67-ലല്ല, അതിനുശേഷം ഒരു 75-80 കാലഘട്ടങ്ങളിലൊക്കെ ഈ പ്രോഗ്രാം ഗാനമേളയൊക്കെ തുടങ്ങിയ സമയത്ത് പോകുമ്പം ഗാനമേളയ്ക്ക് സ്ഥിരം പാടാറുള്ള ഒരു പാട്ടുണ്ട്, കസ്തൂരി തൈലമിട്ട്. ഇതൊക്കെ ഭയങ്കര ഹിറ്റാണ്. ഇത് മയിൽപ്പീലി കണ്ണുകൊണ്ട് നല്ല രസമുള്ളൊരു പാട്ടാണ്. അവള് നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എക്സെപ്റ്റ് ഒരു ശകലം സ്ഥലങ്ങൾ, ഇപ്പം മാപ്പിളപ്പാട്ടിന്റെ ഒരു സംഗതി ഇല്ലേ, അതൊന്ന് പാടാവോ? കൽബിന്റെ കടലാസിൽ മാപ്പിള. ആ മാപ്പിളപ്പാട്ട് സ്ലിപ്പാവുന്നു. കൽബ് കിട്ടുന്നുണ്ട് മോക്ക്. സെയിം കൽബിൻ, അത് തന്നെയാണ് മാപ്പിള, അത് രണ്ട് സെയിമാ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ആയി. പിന്നീട് വാഗപ്പൂ തണലത്ത്, അവിടാണ് ശ്രുതി മോക്ക് കുറച്ച് പ്രശ്നം വന്നു. ഒന്ന് പാടിക്ക്. തണലത്ത് അതൊരു മാപ്പിളപ്പാട്ടിന്റെ ഒരു ശീലുണ്ട്, അത് വേണം. അത്രയും മതി. അടുത്ത എന്താണ്? കണ്ട്. ഓക്കെ, അത് നമ്മള് ആർട്ടിഫിഷ്യാലിറ്റി മാറ്റിയിട്ട് ജെനുവിൻ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന രീതിയിൽ പാടിയാൽ കൊള്ളാം. മോക്ക് പറ്റും അത്. അതുപോലെ തന്നെ താലി പതച്ചെടുത്ത് ചരണം, അങ്ങനെ കുറച്ച് സംഭവമാണ്. എന്നാൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു, കാരണം മോടെ ശബ്ദം നല്ലൊരു സുഖമുണ്ടെന്ന്. പിന്നെ ഈ അക്ഷരം ഈ പറയുമ്പോഴത്തേക്ക് ഉകാരം വരാതെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ചന്ദ്രക്കുട്ടി, ആൻസർ കുട്ടി. എന്തോ ആൻസർ കുട്ടി, എന്താ? ചക്കര നന്നായിരുന്നു കേട്ടോ. ഇതിപ്പം ഇത് മോള് പാടുമ്പോഴേ ഇതൊക്കെ മോളുടെ ഇപ്പം കുഞ്ഞു വയസ്സല്ലേ, നമ്മൾ ഈ കുഞ്ഞു വയസ്സിൽ കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ പിന്നീട് നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ഉപയോഗം ചെയ്യുന്ന പറഞ്ഞ. ചിലര് ഇപ്പൊ മോള് കേട്ടിട്ടുണ്ടോന്നറിയില്ല, മിന്നൂട്ടി കേട്ടിട്ടില്ലേ, ഗർഭത്തിലിരിക്കുമ്പം പാട്ട് പാടണം, പിന്നെ കുറെ പേര് വേദങ്ങൾ പറയും, അല്ലെങ്കിൽ പ്രാർത്ഥന, എല്ലാം ഈ കുട്ടി കേൾക്കും. നമ്മൾ വിചാരിക്കും ഇതെന്താണെന്ന്. അത്രയും ചെറുപ്പത്തിലേ തൊട്ട് അവരുടെ ബ്രെയിനും അവരെല്ലാം കേട്ട് 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 വയറ്റിലിരുന്ന് വരെ പഠിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയണം കേട്ടോ. അപ്പം ഈ കൈയിട്ട് ഈ സംഗതി എടുക്കുമ്പോഴത്തേക്ക് ഇപ്പം താളി പതച്ചെടുത്ത് ഇങ്ങനെ ഒരു ആ കൈയിട്ട് എല്ലാം ആ സംഗതി, അവളത് കൈ ഇല്ലാതെ ചുമ്മാ താളി പതച്ചെടുത്ത് ചുമ്മാ ഒന്ന് പാടി നോക്കേ. അത്രയും മതിയിടാ. മക്കൾ അവിടെ കിടന്ന് ഭയങ്കര മറ്റേ നമ്മുടെ ആരാണ്, കേരേട്ടന്റെ സൂക്കട് എല്ലാവർക്കും പിടിച്ചെടുത്തു. ഈ ഇവിടെ പാടുമ്പോ അത് ഫുള്ള് വരണം എന്നുള്ളൊരു വിചാരത്തിൽ പാടുന്നതായിരിക്കാം. പക്ഷെ അപ്പോഴേ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മിടുക്കി പാട്ടുകാരിയോ. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ നന്നായിരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ആൻസർ കുട്ടി, എത്ര നാളായോ ഈ പാട്ട് ഇതുപോലെ നിന്ന് പാടുന്നൊക്കെ ഞാൻ ഒന്ന് കണ്ടിട്ട്. എന്ത് രസമാണോ. കള്ളി, നിന്റെ അടവ് നിന്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ അങ്ങോട്ടൊന്ന് പറയട്ടെ. വെറൈറ്റി പാട്ടുമായിട്ടങ്ങ് വന്നേക്കോ അല്ലേ. വെറൈറ്റി പാട്ടല്ലേ. ഇത് കലക്കി. അതിന്റെ അകത്തെ പനിനീർപ്പൂവിന്റെ പേരെന്ത്, മൊഹബത്ത്, ആ ഏരിയൊക്കെ കലക്കി. അതുപോലെ പാതി തുന്നിയ പേരെന്ത് പറയൂല. എനിക്ക് ആ പോർഷനും. പിന്നെ കുഞ്ഞല്ലേടാ നീ പാട്ടൊക്കെ ചിലപ്പം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എത്ര പേര് പോലും ഈ പാട്ടിപ്പം മറന്നു തുടങ്ങിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പത്തെ ഈ പുതിയ പിള്ളേര്, ഇപ്പൊ ജനിച്ച പിള്ളേര് ഈ 67-ലെ പാട്ടെടുത്തു. ടോപ്പ് സിംഗർ നമ്മുടെ ചില്ലറ ഒരു പൊതുസേവനം അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ പാട്ടില് വലിയൊരു സംഭവം. ഈ കുഞ്ഞു പിള്ളേരിലൂടെ അടുത്ത തലമുറയിലോട്ട് ഇങ്ങനെ എല്ലാ പാട്ടുകളും അതിന്റെ ഭംഗി ചോരാതെ നിങ്ങൾ പാടുമ്പോ അതിന്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുക. അത് എത്ര വർഷങ്ങളായിട്ട്. അതല്ലേ ടോപ്പ് സിംഗറിന് ഇത്ര ഇഷ്ടം, ഈ കുഞ്ഞു പിള്ളേരിലൂടെ ഈ പാട്ട് കേൾക്കുന്നതിന്റെ ഒരു രസം. കലക്കേട്ടാ. MG സാർ പറഞ്ഞ കുറെ പാട്ട്, ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ചില പാട്ടുകള്. അതിലൊരു പാട്ട്, പടിഞ്ഞാ
പുതുമാരൻ പുതുമുത്തമണിയിച്ച് പുളകങ്ങൾ പുതപ്പിച്ച് പൂണാരം തരുമൊരു പുതുമാരൻ കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വച്ച വളക്കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വച്ച വളക്കിലുക്കി മന്ദാരക്കുളങ്ങളിൽ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട് പുതുക്ക പിന്നെ മാറിൽ മഞ്ചാടി മാറുകൊള്ള ഇടുക്കി പിന്നെ കസ്തൂരി തൈലമിട്ട് മുടി വീരക്കി മുത്തോട് മുത്തു വച്ച വളകിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വച്ച വളകിലുക്കി മന്ദാരക്കുളങ്ങളിൽ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട് പുതുക്ക പിന്നെ മാറിൽ മഞ്ചാടി മാറുകൊള്ള ആൻസറക്കുട്ടി അടിപൊളി ഇത് ആരിപ്പോ അരിപൊളിയോ? അടിപൊളി എന്നല്ല അടിപൊളി. അടിപൊളി. അപ്പൊ മോളെ today we are giving you 98 out of 100. മയിൽപ്പീലി കണ്ണ കൊണ്ട് ആദ്യ ഒരു റിമി പൂക്കുറ്റി. ഇത് പറഞ്ഞപ്പോൾ ഒരാള് റീലില് ഇപ്പൊ ലേറ്റസ്റ്റ് റീലില് ഇന്നലെ ലേറ്റസ്റ്റ് ഞാൻ എന്റെ റീലിനെ പറയല്ലോ ഇവിടെ ഒരാള് അടി പൂക്കുറ്റി മാത്രം ഒരു റീല് അല്ല അത് രസം എന്താണെന്നറിയോ, ഇന്നലെ എനിക്ക് ഉച്ചയ്ക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അതായത് രോമാഞ്ചം എന്നുള്ള ഫിലിമിന്റെ അടുത്ത പടം അവർ പടം ഫിനിഷ് ചെയ്തു, പാട്ടെടുത്തു. അത് വിനായക് ശശികുമാറാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പുള്ളി എന്റെ അടുത്ത് റിക്വസ്റ്റ് ചോദിച്ചു, ചേട്ടാ പൂക്കുറ്റി എന്ന് മാത്രം പറയാമെന്ന്. അപ്പൊ നമുക്ക് നോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു പിന്നെന്താന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഒരു കസേര എടുത്തിട്ട് പറഞ്ഞു അടി. ഞാൻ പറഞ്ഞു പൂക്കുറ്റി. കഴിഞ്ഞു. പക്ഷെ അത് കിടലായിരുന്നു. അതില്ലേ പിന്നെ മാമ പറഞ്ഞല്ലേ എനിക്ക് ഡ്രസ് തയ്പ്പിച്ചു തരുമെന്ന് ഒരു പാട്ടിന്. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഇവരൊക്കെ പറയത്തേ ഉള്ളൂ മോളെ. ഞാൻ തച്ചു തരാന്ന് ഞാൻ പറഞ്ഞൂല്ലേ, ഉറപ്പായിട്ടും തച്ചു തരും. വെയിറ്റ് ആൻഡ് സീ. ആന്റി വന്നിട്ടുണ്ട്. എനിക്ക് തച്ചു തരാന്ന്. ആന്റി വന്നിട്ടുണ്ടെന്ന്. ബിരിയാണിക്ക് തയ്ച്ചു തരാൻ. എനിക്ക് തച്ചു തരാൻ. അയ്യോ നല്ല ഉടുപ്പ് കേട്ടോ, എനിക്ക് പറഞ്ഞ ഇതുപോലെ തയ്ച്ചു തരണം. എന്ന് എണീറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരെണ്ണം തയ്ച്ചു തരുമോ? ആ ഉടുപ്പല്ലേ, ചുരിദാറിന്റെ ടോപ്പാ. പക്ഷെ നല്ല രസാ കൈയൊക്കെ അല്ലേ. ഈ കൈ നല്ല ചേച്ചിയാണ് എല്ലാ ഉടുപ്പും തയ്ക്കുന്നത് അപ്പൊ അല്ലേ? അതിന് 3 പ്ലേറ്റിങ് പോരെ. അതെ അതെ 1 2 3 ഈ സൈസ് ഒക്കെ ഞാനും ഇടും രാത്രിയില്. അപ്പൊ 4 ഒരെണ്ണം പിടിയായിരുന്നു. ഇനി വരാം. ബൈ ബൈ ബൈ, സീ യു. ടാറ്റാ.